So hi all, welcome back to Eagle Learning. It's your AK. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. സ്കൂളൊക്കെ പോയി തുടങ്ങിയല്ലോ, ആദ്യ ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും നമ്മുടെ ഫിസിക്സിലെ ആദ്യ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഈ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് പഠിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കൃത്യമായിട്ട് യൂണിറ്റ് എന്താണ്, മെഷർമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ അളവുകൾ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ പറയാൻ പോകുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോകത്ത് ഒരുപാട് കാര്യം നമ്മൾ അളന്നെടുക്കാറുണ്ട് അല്ലേ. നമുക്ക് നമ്മൾ ഉയരം അളക്കാൻ സാധിക്കും, ഭാരം അളക്കാൻ സാധിക്കും, നീളം അളക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അളവുകളുണ്ട്. നമുക്ക് ലോകത്ത് കാണുന്ന എല്ലാ കാര്യവും ഓൾമോസ്റ്റ് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. അതെല്ലാവർക്കും അറിയാം. ഈ അളന്നെടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഒരു സാധനം ചേർക്കും, ഒരു ഇൻഗ്രീഡിയൻറ്റ്. അതാണ് മക്കളെ എന്ത്? യൂണിറ്റ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കണേ. സോ ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങളോട് പെട്ടെന്ന് ഞാൻ പറയാണ്, മക്കളെ 10 എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി. അങ്ങനെ ഞാനങ്ങ് പോയാൽ നിങ്ങൾ ആലോചിക്കും, ഇയാൾ എന്താ കാണിച്ചത് വിചാരിക്കൂലേ? ഉറപ്പായിട്ട് വിചാരിക്കും, ഞാൻ എന്താ ചെയ്തെന്ന് ഒരു ഐഡിയയും കിട്ടൂല. 10 എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. നിങ്ങളിങ്ങനെ ആലോചിക്കും, 10ഓ? എന്ത് 10? ഞാൻ ആ 10 എന്നതിൻ്റെ കൂടെ ഒരു 10 സെക്കൻഡ് കേട്ടോ, അല്ലെങ്കിൽ 10 മിനിറ്റ് കേട്ടോ, അല്ലെങ്കിൽ 10 ദിവസം കേട്ടോ, അല്ലെങ്കിൽ 10 വർഷം കേട്ടോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ 10 കിലോഗ്രാം എന്ന് പറഞ്ഞാലോ, സാറകൻ എന്തോ ഒരു വെയിറ്റുള്ള സാധനം ഉണ്ട്, അതിൻ്റെ ഭാര പറഞ്ഞെന്ന് പറയാം. അല്ലെങ്കിൽ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ സംഭവിക്കും, എന്തോ നീളത്തെ പറ്റിയ സാറ് പറഞ്ഞൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ 10 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി ചേർത്തു. അതാണ് എന്ത് മക്കളെ? യൂണിറ്റുകൾ. ഈ യൂണിറ്റ് ഇല്ലാതെ നമുക്കൊരു കാര്യം പ്രസ്താവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ 5 മിനിറ്റ്, 2 മിനിറ്റ്, 5 ദിവസം, 5 മണിക്കൂർ, അല്ലെങ്കിൽ 5 കിലോഗ്രാം, 5 മീറ്റർ എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു പൂർണ്ണത ഉണ്ടാവുന്നത് അല്ലേ? ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പഠിക്കാനുണ്ട്. എന്താണ് യൂണിറ്റുകളെന്നും, എന്താണ് അതിൻ്റെ അളവുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊക്കെ ഏത് യൂണിറ്റ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ ആണ്? ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. നോക്കൂ, നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്, ആദ്യ കാലങ്ങളിൽ നമ്മൾ ചെറിയ യൂണിറ്റ് ഉപയോഗിച്ചിരുന്നു. നിങ്ങളിതാ കണ്ടോ, കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ആദ്യ കാലം നമ്മൾ ഉപയോഗിച്ച സംഭവമാണ് നമ്മളിങ്ങനെ അളന്നു പോകുന്നത്. ഇതിൻ്റെ പേര് നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇത് നമ്മൾ ഇങ്ങനെ അളന്നു പോലെ, ഇതാണ് അരമുഴം. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തത് ഇതാണ് ഒരു മുഴം, അല്ലെങ്കിൽ ക്യൂബിറ്റ് എന്ന് പറയും. ഇനി കൈപ്പത്തി, ഈ ഒരു വലിപ്പം ഇവിടെ മുതൽ ഇവിടെ വരെയാണെങ്കിൽ എന്താണ്? കൈപ്പത്തി അല്ലെങ്കിൽ പാം എന്ന് പറയും. ഇനിയുള്ളതാണ് നമ്മൾ കാലോട് ഇങ്ങനെ അളന്നു പോവാറില്ലേ? സോ അതാണ് ഫൂട്ട് അല്ലെങ്കിൽ അടി എന്ന് പറയുന്നു. ഇനി ഇവിടെ നോക്കുമ്പോൾ നമ്മൾ പറയാ 3 അടിയാണ് അല്ലേ? 3 അടി ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടെ വരെ, അതാണ് 3 അടി. ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലോ 6 അടിയായിട്ട് മാറും. 6 അടി. ഇതൊക്കെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച യൂണിറ്റുകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയാവോ? അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് അറിയാവോ? എൻ്റെ കയ്യിൻ്റെ വലുപ്പമല്ല നമ്മുടെ കാക്കുസാറ കയ്യിൻ്റെ വലുപ്പം. FRൻ്റെ ആ ജന്തുവിന് ഇത്ര ഹൈറ്റും ഉണ്ട്, കയ്യിൻ്റെ ഈ വലുപ്പമാണ് എൻ്റെ കൈ, ഇത്രയിട്ട്. അപ്പൊ ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ അളക്കുന്നത് പോലെ ആയിരിക്കും നമ്മുടെ കാക്കുസാർ അളക്കുന്നത്. അതേപോലെയാണോ നമ്മൾ ഡോറാമിസ് അളക്കുക? അല്ല, ഡോറാമിസിന്റെ കൈ ഇൻ്റെ അതിൻ്റെ അത്രയില്ല, ചെറുതാ. മനസ്സിലായോ? സോ ഓരോരോ ആൾക്കാരെയും കൈകളുടെ സൈസ് വലുതാണ്, കാലിൻ്റെ സൈസ് മാറ്റം ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് മാറി മാറിയുള്ള അളവുകൾ കിട്ടും. കുറേ ആൾക്കാർ അളന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം അതാ പഠിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ യൂണിറ്റിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ അളവുകൾക്കും സ്പെഷ്യലായ യൂണിറ്റുകൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. നമുക്കൊരു കാര്യം അറിയാൻ സാധിക്കും, മെഷർമെന്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്. ഭൗതിക അളവുകൾ, എല്ലാ അളവുകളും നമ്മൾ എങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്? ഒരു യൂണിറ്റ് ഉപയോഗിച്ചാണ് പ്രസ്താവിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതാണ് എന്ത്? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതോട് പഠിക്കുന്നുണ്ട്, ഏകദേശം എല്ലാ ഭൗതിക അളവുകൾക്കും എന്തുണ്ട്? യൂണിറ്റുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ അതാണ് ഇംഗ്ലീഷാണ് എന്ത്? മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ഹാവ് എ യൂണിറ്റ്. ഇവിടെ ഒരു ടേം ഉണ്ട്, മോസ്റ്റ് ഓഫ് ദ, ഏകദേശം എല്ലാത്തിനും. അപ്പം നിങ്ങൾ ആലോചിക്കണം, അല്ല യൂണിറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഉണ്ട്. യൂണിറ്റ് ഇല്ലാത്ത കുറേ അളവുകൾ പഠിക്കാനുണ്ട്. ആ അളവുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലേ? സോ നാളെ ഞാൻ ഒരു ലൈവിൽ വരുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ ലൈവിൽ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പറയുകയും ചെയ്യും കേട്ടോ. സോ കൃത്യമായിട്ട് നിങ്ങൾ ലൈവിൽ വരണേ.
ഓക്കെ, കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് നമുക്ക്. അതേപോലെ ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മീറ്റർ, കിലോഗ്രാം, ഹവർ, മില്ലിമീറ്റർ, കിലോമീറ്റർ ഒക്കെ എന്താണ് യൂണിറ്റുകളുടെ എന്താണ് എക്സാമ്പിൾസ് ആണ്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് SI യൂണിറ്റ് എന്ന സംഭവമാണ്. SI യൂണിറ്റ്, SI അല്ല കേട്ടോ, നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ SIനെ പറ്റി ഞാൻ പറഞ്ഞത് SI യൂണിറ്റ്. അപ്പോൾ ഇതെന്താ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയുള്ള യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഭാരം അളക്കുന്ന കിലോഗ്രാമിലാണ് എങ്കിൽ അമേരിക്കയിലും കിലോഗ്രാമിൽ അളക്കുക, അങ്ങ് ഉഗാണ്ടയിൽ പോയാലും എന്തിനളക്കുക, കിലോഗ്രാമിലാണ് പ്രസ്താവിക്കുക. സമയം സെക്കൻഡ് നമ്മൾ പറയാറുള്ളത്, അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്, സെക്കൻഡ്. കാരണം നമുക്കൊരു കാര്യം അറിയുന്ന കാര്യമാണ്, നമുക്ക് സെക്കൻഡിലും മിനിറ്റിലും ഹവറിലും ഒക്കെ നമുക്ക് എന്ത് പ്രസ്താവിക്കാൻ സാധിക്കും, നമ്മുടെ സമയം പ്രസ്താവിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പല ആൾക്കാരും അല്ലെങ്കിൽ പല നാടുകളിലും പല രീതിയിൽ, ചിലപ്പം അമേരിക്കയിൽ ഹവറിലും നമ്മുടെ നാട്ടിൽ മിനിറ്റിലും മറ്റൊരു നാട്ടിൽ സെക്കൻഡിലും ഒക്കെ പ്രസ്താവിക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാറുണ്ട് അല്ലേ, ശരിയല്ലേ? സോ അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ എന്ത് സംഭവിച്ചു, ഒരു അടിസ്ഥാന യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു. ആ യൂണിറ്റ് വിളിക്കുന്ന പേരാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ SI യൂണിറ്റുകൾക്ക് പ്രത്യേകത ഉണ്ട്. അവ നമ്മുടെ യൂണിഫൈ യൂണിറ്റ് അല്ലെങ്കിൽ ഏകീകൃത യൂണിറ്റ് എന്ന് പറയും. എല്ലാ രാജ്യങ്ങളിലും ഇത് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവ, അതായത് SI യൂണിറ്റുകൾ നിലവിലുള്ള എല്ലാ യൂണിറ്റുകളെയും പ്രസ്താവിക്കാൻ മാത്രം പര്യാപ്തമാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സാധനവും കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത്. ഇത് നമ്മുടെ ടോപ്പിക്കിലേക്കുള്ള ഒരു ഇൻട്രോ മാത്രമാണ്. സോ ഈ സാധനം അല്ലെങ്കിൽ യൂണിറ്റ് എന്താണ്, അളവുകൾ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ രസകരം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ചാനൽ 8ൽ ഓൾറെഡി നമ്മുടെ ഒരു ബേസിക് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറ്റുവാണെങ്കിൽ ആ ലൈവ് മസ്റ്റായിട്ടൊന്ന് കാണുക. ശേഷം നാളെ കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. എല്ലാവരും വരണം, നമുക്ക് ലൈവിൽ അടിപൊളിയായിട്ട് പഠിക്കണം. സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലേ, അല്ല സ്കൂൾ തുറന്നു കഴിഞ്ഞു അല്ലേ. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ യൂസ്ഫുൾ ആക്കുക. ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. സോ നിങ്ങൾ ഇതിൻ്റെ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മസ്റ്റായിട്ട് ഒരു ചെറിയ കമൻറ്റ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ കാണാം. ബൈ.